വർഷം പുതിയ ബിസിനസ് തുടങ്ങി, പക്ഷെ അതിന്റെ കണക്കൊന്നും കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുക? ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കണക്ക് സൂക്ഷിക്കുന്നത് ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്നൊക്കെ നമുക്ക് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണക്കുകൾ ഉണ്ടായിരിക്കണം. ദാറ്റ് സെറ്റ്, ഫോർ ദ ടൈം ബീങ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. നോർമലി ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ മീതെയാണ്. പക്ഷേ സെയിൽസിൻ്റെയും ചിലവുകളുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള കണക്കില്ലാത്തത് കൊണ്ട് ലാഭം എത്രയാണെന്ന് പോലും അറിയാത്ത ബിസിനസ്സുകാർ ഒരുപാട് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആകെ കച്ചവടത്തിൻ്റെ, അതായത് ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് നമ്മുടെ പ്രോഫിറ്റായിട്ട് അസ്യൂം ചെയ്ത് അതിൻ്റെ മീതെ ടാക്സ് അടച്ചാൽ മതി. ഇപ്പം ഡിജിറ്റലായിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ടേൺ ഓവറിൻ്റെ വെറും 6%, ക്യാഷ് ആയിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ 8% പ്രോഫിറ്റ് കാണിച്ചാൽ മതി. പക്ഷേ എല്ലാവർക്കും ഇതിനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇപ്പം പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ കമ്പനികൾ, ഇവർക്കൊന്നും ഈ ബെനിഫിറ്റ് കിട്ടത്തില്ല. പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൊല്ലത്തെ ആകെ ടേൺ ഓവർ 2 CR താഴെ ആയിരിക്കണം. ഇനി നമ്മുടെ ബിസിനസ്സിൽ 95% കൂടുതൽ ട്രാൻസാക്ഷൻസും ഓൺലൈൻ വഴിയാണെങ്കിൽ ഈ ലിമിറ്റ് 3 CR വരെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മളൊരു കമ്മീഷൻ ഏജൻറ്റോ അല്ലെങ്കിൽ ബ്രോക്കർ ആണെങ്കിലോ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല.